പശ്ചിമേഷ്യൻ യുദ്ധം കനക്കുന്നതിനിടെ തകർന്നടിഞ്ഞ ഇന്ത്യൻ രൂപ. കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. US സൈനികർ പേർഷ്യൻ കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമാകുമെന്ന് സൈനിക വക്താവ്. സൂയസ് കനാൽ ഹൂതി വിമതർ ഉടൻ അടയ്ക്കുമെന്ന് റിപ്പോർട്ട്. ഇറാനിലെ ക്രൂഡ് ഓയിൽ US നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് ട്രംപ്. FCRA ബിൽ ക്രൈസ്തവർക്ക് ആശങ്കയുണ്ടാക്കുന്നുവെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. രാഷ്ട്രീയ ആയുധമാക്കരുതെന്ന് മാർ തോമസ് തറയിൽ. കേന്ദ്രത്തെ എതിർപക്ഷത്ത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് വിശദീകരണം. നിയമ ഭേദഗതി പുനഃപരിശോധിക്കണമെന്ന് ഓർത്തഡോക്സ് സഭ. ഭേദഗതി ഗുണകരമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. റബ്ബർ കർഷകർക്ക് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. UDF അധികാരത്തിലെത്തിയാൽ റബ്ബർ വില 300 രൂപയാക്കും. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ 250 രൂപയെ ഉയർത്തുമെന്ന് പ്രഖ്യാപനം. മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദി എന്നും വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഉയർത്തി രാഹുലിന്റെ വോട്ടെടുപ്പിന് ഇനി 10 നാൾ. സംവാദത്തിനുള്ള VD സതീശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത മുഖ്യമന്ത്രി. സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് സതീശൻ. മുതിർന്നവർക്കുള്ള ഹോം വോട്ടിന് തുടക്കം. കന്നി പോരാട്ടത്തിൽ കച്ചകെട്ടി വിജയ്. പെരമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പത്രിക നൽകി. പെരമ്പൂരിൽ പ്രചാരണ തുടക്കം. കൊളത്തൂരിൽ പത്രിക സമർപ്പിച്ച സ്റ്റാലിൻ. 10,000ങ്ങളെ ആവേശത്തിൽ ആറാടിച്ച് സ്റ്റാലിന്റെ ശക്തി പ്രകടനം. IPL ഇന്ന് രാജകീയ പോരാട്ടം. രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. കൊൽക്കത്തയ്ക്കെതിരെ മുംബൈക്ക് 6 വിക്കറ്റ് ജയം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.